അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ. എനിക്ക് ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയ അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം, ഈ മനോഹരമായ സുദിനത്തിൽ ഈ പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിന് അല്ലാഹുവിനെ ആദ്യം തന്നെ സ്തുതിക്കും. അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ സഞ്ചരിക്കാറുള്ള ഒരു വഴി, ആ വഴിയിൽ വീട് വീട്, അത് ജൂത കുടുംബം വസിക്കുന്ന വീടായിരുന്നു. ആ വീടിൻ്റെ മുകളിൽ അവിടുത്തെ പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തു നിൽക്കും. എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂമാല സ്വീകരിക്കാനല്ല, അവിടുത്തെ പുണ്യം നേടാനല്ല, അവിടുത്തെ മുളത്ത് ആ പുണ്യമാക്കപ്പെട്ട മീനിലേക്ക് കാർക്കിച്ചു തുപ്പണം. അതിനാണ് കാത്തിരിപ്പുമല്ല. എല്ലാ ദിവസവും ലോകപ്പറക്ക കാരണദൂതൻ്റെ ദേഹത്തേക്ക് മ്ലേച്ഛമായ തുപ്പലെറിയും. പുണ്യമാണൊന്നും പറയില്ല. ആ തുപ്പൽ തുടച്ചു മാറ്റി കടന്നു പോകും. ഒരു ദിവസം തൻ്റെ ദേഹത്ത് തുപ്പൽ വീണില്ല. അന്ന് ആ പെണ്ണിനെ വിശുദ്ധം തങ്ങളെ കാത്തു നിൽക്കുന്നില്ല. പെണ്ണിൻ്റെ പിതാവിനോട് അള്ളാഹുവിൻ്റെ ഹബീബ് ചോദിച്ചു, എൻ്റെ കൂട്ടുകാരിക്ക് എന്ത് പറ്റി, അവളെ ഇന്ന് കാണാനില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അസുഖം ബാധിച്ച് കിടപ്പിലാണെന്ന് മറുപടി പറഞ്ഞു. തങ്ങൾ വീട്ടിനകത്തേക്ക് കയറി അനുമതി ചോദിച്ചു. പെണ്ണ് അന്തടിച്ചു പോയി. ആരാണ് മുന്നിൽ നിൽക്കുന്നത്? ഇത് ദൈവദൂതൻ തന്നെ എന്ന് പെണ്ണ് വിളിച്ചു പറഞ്ഞു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹമില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നതിൻ്റെ വാക്കുകൾ സംഭവിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.